Hello my dear CBSE 10 family. മക്കളെ ഇന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സിലെ PYQs നമ്മൾ നോക്കാൻ പോവാണ്. ഒന്ന് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി അതുപോലെ തന്നെ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി പറഞ്ഞ രണ്ട് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട ഭാഗങ്ങളിലെ PYQs നമ്മൾ നോക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓക്യുപ്പേഷൻ ബിലോങ്സ് ടു ദ പ്രൈമറി സെക്ടർ? പ്രൈമറി സെക്ടർ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിപ്പോകണം എന്താണ് അഗ്രികൾച്ചർ എന്നുള്ള കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോവാ. ഓക്കെ, അഗ്രികൾച്ചർ എന്ന് ആലോചിക്കുക, കൃഷിയാണ് അല്ലേ. ഈ പറഞ്ഞ മെൻഷൻ എനി വൺ, ഏതെങ്കിലും ഒന്നാണ് നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അഗ്രികൾച്ചർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് അല്ലേ, ഫോറസ്ട്രി എഴുതാം, അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി എഴുതാം അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തേതായിട്ടുള്ള പ്രൈമറി സെക്ടറിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിന്റെ സാർ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഡയറി ഫാമിംഗ് എഴുതാം, ഫിഷിംഗ് എഴുതാം, ഫോറസ്ട്രി എഴുതാം, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ എഴുതാം? പ്രൈമറി ആയിട്ടുള്ള സെക്ടറിൽ എഴുതാം. ഓക്കെ, പ്രാഥമിക മേഖല എന്നുള്ള കാര്യത്തിൽ എഴുതാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് സെക്ടർ ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു ദ ഫോംസ് ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ഇവിടെ എന്താ കാര്യം സംഭവിക്കുന്നത്? പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ, എന്തോ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽ എന്ന് എഴുതാം. ഓക്കെ, ഒരു പ്രൊഡക്റ്റ്, ഉദാഹരണത്തിന് എന്താണ് മക്കളെ പറയാം? ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ബാംബു നമുക്ക് എഴുതാം. എന്താണ് ബാംബു? ഒരു എക്സാമ്പിൾ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ബാംബു. ഈ ബാംബു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആർ ചേഞ്ച്ഡ് ഇൻ ടു ഫോംസ് ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിങ്. എന്തൊക്കെയോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ, എന്തൊക്കെയോ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്തായി മാറുന്നു? ഒരു ഫിനിഷ്ഡ് ഗുഡ് ആകുന്നു. എന്താകുന്നു? ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് മാറുന്നു. ഫിനിഷ്ഡ് ഗുഡ് കേട്ടോ. ഓക്കെ, ഫൈനൽ ഗുഡ് നമ്മൾ എന്താ പറയും? ഫൈനൽ ഗുഡ് എന്ന് പറയും. ഫൈനൽ ഗുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ വിളിക്കും ഫൈനൽ ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ പറഞ്ഞ ബാംബു എന്തായിട്ട് മാറുന്നുണ്ട്? നോട്ട് ബുക്ക് ആയിട്ട് മാറുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്താണ്? നോട്ട് ബുക്ക് ആയിട്ട് മാറുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മുളയും നോട്ട് ബുക്കും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കില്ലേ, നിങ്ങൾ ചിന്തിച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞ ബാംബു, ഈ പറഞ്ഞ റോ മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ഇൻ ഫോംസ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ ഒരു ഫിനിഷ്ഡ് ഗുഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഏത് സെക്ടർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഇൻ വിച്ച് സെക്ടർ എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് അവിടെ എന്ത് ചെയ്യാം? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ പറയാവുന്നതാണ്. എന്താ മക്കളെ? സെക്കൻഡറി സെക്ടർ ആണ് അല്ലേ. എന്താണ് സെക്കൻഡറി സെക്ടർ അഥവാ മാനുഫാക്ചറിങ് അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ നമ്മൾ പറയും. എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് അതിന് പേര് വരിക. ഇവിടെ ആൻസർ സാർ വെച്ചിട്ടുണ്ട്, സെക്കൻഡറി സെക്ടർ. ഓക്കെ, റെഡി. അപ്പൊ അത് കിട്ടിയെങ്കിൽ മക്കളെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് 5 പ്രൊവിഷൻസ് ഓഫ് NREGA, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് NREGA. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം എന്താണ് ഈ പറഞ്ഞത് NREGA. ഓക്കെ, എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ്, എന്താണ്? എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഓക്കെ, ഗ്യാരണ്ടി ആക്ട് ആണ്. ഓക്കെ, ഗ്യാരണ്ടി ആക്ട് എന്ന് എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? MG എന്നും കൂടെ ഫ്രണ്ടിലിടാം. എന്താണ്? MG എന്നും കൂടെ ഫ്രണ്ടിലിടാം. എന്താ MG? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ല, ആക്ട് ആവാം. ഈ പറഞ്ഞ MG NREGA ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ആക്ട് ആണ്. കാരണം വർഷം 2005 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആക്ട് ആണ്. അതിന്റെ സത്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയാണ്, ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത് MG NREGA അല്ലെങ്കിൽ NREGA എന്ന് പറഞ്ഞ പോളിസി അല്ലെങ്കിൽ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും സാറിനോട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് NREGA ഓഫ് 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഈസ് ടു ബി ഇംപ്ലിമെന്റഡ് ദ റൈറ്റ് ടു വർക്ക്. എന്താണ്? റൈറ്റ് ടു വർക്ക് ചെയ്യാനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള NREGA ആക്ട് വന്നിട്ടുള്ളത്. സോ ബട്ട് ദ ആക്ട് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ 2005 ഇൻ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ്? 2005 ഇൻ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അണ്ടർ ദിസ് ആക്ട് എന്താണ്? അണ്ടർ ദിസ് ആക്ട് ഓൾ ദോസ് ഹു ആർ ഏബിൾ ടു, ഇവിടെ നിങ്ങൾ പോയിന്റ് വെച്ചേക്കുക, ഓൾ ദോസ് ഹു ആർ ഏബിൾ ടു, വർക്ക് ചെയ്യാൻ ഏബിൾ ആയ ആളുകൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആൻഡ് ആർ ഇൻ നീഡ് ഓഫ് വർക്ക്, വർക്കിന് ആവശ്യം, പണിക്ക് ആവശ്യമുള്ള ആളുകൾ ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താ പറയുന്നത്? ഏകദേശം 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ആവുന്നുണ്ട് ഈ പറഞ്ഞ ആക്ട് പ്രകാരം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, ഇൻ എ ഇയർ ബൈ ദ ഗവൺമെന്റ്, ഇഫ് ദ ഗവൺമെന്റ് ഫെയിൽസ് ഇൻ ഇറ്റ്സ് ഡ്യൂട്ടി ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്, ഇറ്റ് വിൽ ഗിവ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. എങ്ങാനും ഈ പറഞ്ഞ 100 ഡേയ്സ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല, എന്താ സംഭവിക്കുക? അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. എന്താണ്? അൺഎംപ്ലോയ്മെന്റ് അലവൻസും കൂടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, 100 ദിവസം വാഗ്ദാനവും ചെയ്തിട്ട് 100 ദിവസം പണി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്? ഗവൺമെന്റ് ഒരു
അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇറ്റ് വിൽ ഗിവ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ടു ദ പീപ്പിൾ 1/3 ഓഫ് ദി പ്രൊപ്പോസ്ഡ് ജോബ്സ് ടു ബി റിസർവ്ഡ് ഫോർ വിമൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും മെജോറിറ്റി ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? വിമൻ കാറ്റഗറി, അതായത് സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മെൻഷൻ എനി വൺ ഓഫ് ഫ്യൂച്ചർ ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഓർ വൈ ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് നെസസറി. ഡിഫൈൻ ദ ടേം അൺഓർഗനൈസ്ഡ് സെക്ടർ. മെൻഷൻ എനി 3 ഡിസഡ്വാൻറ്റേജ് ഓഫ് വർക്കിംഗ് ഇൻ ദിസ് സെക്ടർ. ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും എന്താണ്? അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. എന്താണ്? അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ട്, അഥവാ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫോർമൽ സെക്ടർ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഫോർമൽ സെക്ടർ എന്ന് കൂടെ നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ സെക്ടർ എന്നും കൂടെ അതിൻ്റെ ഒരു പേരുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഇൻഫോർമൽ സെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ദ വർക്കേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. ഏതൊക്കെയാ റീസൺസ്? ഒന്നാമത്തെ റീസൺ, ദ അൺഓർഗനൈസ്ഡ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ആൻഡ് സ്കാറ്റേർഡ് യൂണിറ്റ്സ്. ഒന്നാമത്തെ പോയിന്റ് ആണ് സ്മോൾ ആൻഡ് സ്കാറ്റേർഡ് യൂണിറ്റ്സ് വിച്ച് ആർ ലാർജ്ലി ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നതാണ്. ഗവൺമെന്റിന്റെ കൺട്രോളിനും പരിധിക്ക് അപ്പുറമാണ് ഈ പറഞ്ഞിട്ടുള്ള സ്മോൾ ആൻഡ് സ്കാറ്റേർഡ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ടാവുക. ദർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബട്ട് ജനറലി ദർ ആർ നോട്ട് ഫോളോഡ് ബൈ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചില സമയത്ത് ഇല്ലാതാണ്, എവിടെയും ചില സമയത്ത് കാണാനും പോകില്ല. പക്ഷെ ഉണ്ടെങ്കിൽ പോലും അത് വെറും പേരിന് മാത്രമാണ്. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് സേ എന്ന് നമ്മൾ പറയില്ലേ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? ആളുകൾ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ത്? ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും. വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഓൺ ഇറഗുലർ ബേസിസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നീ സ്ഥിരമായിട്ട് അവിടെ അവർക്ക് പണി കിട്ടോ? ഇല്ല, ഇറഗുലർ ആയിട്ടുള്ള ബേസിസിലായിരിക്കും അവിടെ കിട്ടുക. അവർക്ക് എന്ത് കിട്ടുക? ഈ പറഞ്ഞ ജോലി കിട്ടുക. ലോ പെയ്ഡ് ആയിരിക്കും, പൈസ വളരെ കുറവായിരിക്കും കിട്ടുക. ആൻഡ് ദർ ഈസ് നോ പ്രൊവിഷൻസ് ഫോർ എന്താണ്? നോ പ്രൊവിഷൻസ് ഫോർ ഓവർ ടൈം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, നോ പ്രൊവിഷൻസ് ഫോർ ഓവർ ടൈം ആൻഡ് പെയ്ഡ് ലീവ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോളിഡേയ്സ്, ലീവ് ഡ്യൂ ടു സിക്നസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്, ഇതൊന്നും അവർക്ക് പ്രൊവൈഡഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ഈ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടാൻ പോണില്ല. ഓക്കെ, ഈ പറഞ്ഞ പെയ്ഡ് ലീവും കാര്യങ്ങളൊന്നും അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ആളുകൾക്ക് കിട്ടാൻ പോണില്ല. പ്രോവിഡന്റ് ഫണ്ട് അതും കിട്ടൂല. സ്വാഭാവികമായിട്ടും ദേ ക്യാൻ ബി ആസ്ക്ഡ് ടു ലീവ് വിത്തൗട്ട് എനി റീസൺ അറ്റ് ദി സ്വീറ്റ് വിൽ ഓഫ് ദി എംപ്ലോയർ. ഈ പറഞ്ഞിട്ടുള്ള തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാനുള്ള ഒരു ഇതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ മെയിൻ സംഭവം. വർക്കേഴ്സ് ഇൻ ദി സെക്ടർ ഫേസ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള വിവേചനം കാര്യങ്ങൾ നേരിടേണ്ടി വരും. ബിക്കോസ് ഓഫ് ദി ബിലോങ് ടു സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിക്കോട്ടെ, ബാക്ക്വേർഡ് ക്ലാസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ സിമ്പിൾ ആയിട്ട് ഈ മേഖലയിൽ നടക്കും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ടൈംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആർ റെഗുലർ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് നിങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു നോക്കുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ സിംപിളി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയുള്ളൂ. എന്ത്? ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊന്നും അനുസരിക്കാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു സുരക്ഷിത ജോബ് സെക്യൂരിറ്റി ഇല്ലാത്തൊരു മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത്രയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഉള്ളൂ. ആ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേൺ ഡെമോക്രസീസ് മെയിൻറ്റെയിൻ എ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദി ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ്. എന്താണ് ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ്? ദാ ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക? പവർ ഷെയറിംഗ് ഉണ്ടാവുക. കാരണം ഇതിന്റെ മീനിങ് എന്താ? ഈക്വൽ ആയിരിക്കും, ഈക്വൽ പവർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും ആളുകൾക്ക് ഉണ്ടാകുക. ഈ പറഞ്ഞിട്ടുള്ള ആരാണോ ഈ പറഞ്ഞ സ്ട്രേറ്റിലുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള വരിയിലുള്ളത്, ഈ ലൈനിലുള്ളത് ആരൊക്കെയാണോ അവർക്ക് ഈക്വൽ പവർ ആയിരിക്കും ഉണ്ടാകുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൊറിസോണ്ടൽ പവർ എന്ന് വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ബോഡീസ് ആണോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആണോ, എമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണോ, എമംഗ് ഡിഫറെന്റ് പ്രഷർ ഗ്രൂപ്പ്സ് ആണോ? ഓഫ് കോഴ്സ് എന്തായാലും ഡിഫറെന്റ് പ്രഷർ ഗ്രൂപ്പ്സ് ആവില്ല, ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആവില്ല. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി മക്കളെ, ഒരു കാരണവശാലും സെൻട്രലിനെക്കാട്ടി മുകളിലല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്. എപ്പോഴും പവർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് താഴെയാണ്, അതിനും താഴെയാണ് എന്തുള്ളത്? ലോക്കൽ ബോഡീസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും എന്താ? ഈ പറഞ്ഞിട്ടുള്ള വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്ന് പറയും. എന്താണ് വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്ന് പറയും. അതപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആൻസർ അല്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഹൊറിസോണ്ടലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണിത്? ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ് വെർട്ടിക്കൽ പവർ ഷെയറിംഗ് ആണ്. സ്വാഭാവികമായിട്ട് ദ ആൻസർ ഈസ് ലെജിസ്ലേച്ചർ. അല്ലേ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആണ് ആൻസർ വരിക. ഈ പറഞ്ഞിട്ടുള്ള ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇവിടെ ആൻസർ സാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഡെമോക്രസീസ് ഡു നോട്ട് അപ്പിയർ ടു ബി വെരി സക്സസ്ഫുൾ ഇൻ റെഡ്യൂസിങ് എക്കണോമിക് ഇനീക്വാലിറ്റീസ്. ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇനീക്വാലിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? നമുക്കറിയാം ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് പുവർ ആയിട്ടുള്ള ആളുകളുണ്ട്. പുവർ ഇൻ ദ സെൻസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്ലംസ്
സ്ലംസിൽ വരെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മാൻഷൻസിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ പറഞ്ഞ വെരി സക്സസ്ഫുൾ ഇൻ റെഡ്യൂസിങ് എക്കണോമിക് ഇനീക്വാലിറ്റീസ്, ഈ പറഞ്ഞിട്ടുള്ള എക്കണോമിക് ഇനീക്വാലിറ്റീസിനെ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഇന്നും ഡെമോക്രസി ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ട്രൂ ദ ഫോളോയിങ് പോയിന്റ്സ് സ്പെസിഫൈ. ഏതൊക്കെയാണ് ആ പോയിന്റ്സ്? എ സ്മോൾ നമ്പർ ഓഫ് ദി അൾട്രാ റിച്ച് എൻജോയ് എ ഡിസ്അപ്രോപ്രിയേറ്റ് ഷെയർ ഓഫ് വെൽത്ത്. ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സമ്പത്തിന്റെയും ഇൻകത്തിന്റെയൊക്കെ ഒരു വിഭാഗം ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദ വെൽത്ത് ആൻഡ് മീൻസ് ആർ അക്യുമുലേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ പീപ്പിൾ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എ ഫ്യൂ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എ ഫ്യൂ പീപ്പിൾ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ദർ ഷെയർ ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രി ഹാസ് ബീൻ ഇൻക്രീസിംഗ്. ദോസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി ഹാവ് വെരി ലിറ്റിൽ ഡിപ്പെൻഡൻസി. എന്താ പറഞ്ഞു നോക്കുന്നത്? വളരെ കുറച്ച് പൈസേന്റെ ആവശ്യം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എപ്പോഴും എന്തായിരിക്കും, സമൂഹത്തിന് താഴെ പൈസ ഇല്ലാത്ത ആളുകളായിരിക്കും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹാസ് വെരി ലിറ്റിൽ ടു ഡിപ്പെൻഡ്. സംടൈംസ് ദേ ഫൈൻഡ് ടു ഡിഫിക്കൽട്ട് ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. അതായത് ബേസിക് നീഡ്സ് വരെ ചില സമയത്ത് ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക ആളുകൾക്ക്. ഓക്കെ, റെഡി, സച്ച് ആസ് ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, ഹൗസിംഗ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ആൻഡ് ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. മോർ ഓവർ ദെയർ ഇൻകം ഹാസ് ബീൻ ഡിക്ലൈനിങ് ആസ് വെൽ. ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ സാധാരണക്കാരായിട്ടുള്ള ഇൻകം വരെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ദ ഡിപ്രൈവ്ഡ് പീപ്പിൾ ഓർ എ ലാർജ് റേഷ്യോ വോട്ടേഴ്സ് ആൻഡ് നോ പാർട്ടി വിൽ ലൈക്ക് ടു ലൂസ് ദെയർ വോട്ട് ഇൻ ആക്ച്വൽ ലൈഫ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഡെമോക്രസീസ് ഡു നോട്ട് അപ്പിയർ ടു ബി വെരി സക്സസ്ഫുൾ ഇൻ റിഡ്യൂസിംഗ് എക്കണോമിക് ഇനീക്വാലിറ്റീസ്. ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഡിസ്ക്രൈബ് എനി 5 ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഔട്ട്കംസ് ഓഫ് ഡെമോക്രസിയുടെ എന്തെങ്കിലും ഒരു 5 ഔട്ട്കംസ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് എഴുതാം മക്കളെ? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദി ഇവാലുവേറ്റിംഗ് ദ ഔട്ട്കം ഓഫ് ഡെമോക്രസി ഈസ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഡെമോക്രസി ഈസ് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെന്റ്. എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എന്ത്? ഡെമോക്രസി. നമുക്കറിയാം ഒരുപാട് ഫോംസ് ഓഫ് ഗവൺമെന്റ് നമ്മൾ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി പഠിക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡെമോക്രസി ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഇറ്റ് മീൻസ് ഡെമോക്രസി പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് സിറ്റിസൺസ് ഹു ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള നമ്മളാണ് അതിന് അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. ദ മോസ്റ്റ് ബേസിക് ഔട്ട്കം ഓഫ് ഡെമോക്രസി ഈസ് ദാറ്റ് അക്കൗണ്ടബിൾ ടു സിറ്റിസൺസ്. ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ആരോടാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്? സിറ്റിസൺസിനോടാണ് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്. ആൻഡ് റെസ്പോൺസീവ് ടു ദെയർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് കൂടെ പറഞ്ഞു നോക്കേണ്ടത്. അനദർ ഔട്ട്കം ഓഫ് ഡെമോക്രസി ഈസ് ദാറ്റ് ദ ലെജിറ്റിമേറ്റ് എന്നാണ് ലെജിറ്റിമസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്, ഈ പറഞ്ഞുള്ള കൃത്യതയോടുള്ള ഗവൺമെന്റ്, ഒരു കള്ളത്തരോ കാര്യങ്ങളോ ചെയ്യാത്ത ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സത്യസന്ധതയുള്ള ഒരു ഗവൺമെന്റിന് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഇറ്റ് മീൻസ് ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺലി. ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുക എന്നുള്ള കാര്യം കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഡെലിബറേഷൻ ആൻഡ് നെഗോഷിയേഷൻ ത്രൂ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിലേസ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ബേസ്ഡ് ഓൺ നോംസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് അലോസ് ട്രാൻസ്പെറൻസി. ഇവിടെ എന്താ ഒരു പോയിന്റ് കൂടെ പറയേണ്ടത്? ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ട്രാൻസ്പെറൻസി. അതുപോലെ തന്നെ ഡെവലപ്സ് മെക്കാനിസംസ് ഫോർ സിറ്റിസൺ ടു ഹോൾഡ് ദി ഗവൺമെന്റ് അക്കൗണ്ടബിൾ. സെറ്റ് അപ്പ് ദ ഫോളോയിങ് പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റെഗുലർ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഓപ്പൺ ആൻഡ് പബ്ലിക് ഡിബേറ്റ് ഓൺ മേജർ പോളിസീസ് ആൻഡ് legislations and citizens right to information about the government and its functioning. ഗവൺമെന്റിന്റെയും അതിന്റെ ഫംഗ്ഷനിങ്ങിനെയും പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ആളുകൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ എന്താണ് ഔട്ട്കംസ് ആണ് കേട്ടോ. ഡെമോക്രസീസ് ആർ എക്സ്പെക്ടഡ് ടു റെഡ്യൂസ് എക്കണോമിക് ഡിസ്പാരിറ്റീസ്. എന്താണ് ഈ പറഞ്ഞ സാമ്പത്തികപരമായിട്ടുള്ള ഇനീക്വാലിറ്റീസ് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മോർ ദാൻ പ്രൊവൈഡ് ഫോർ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഡെമോക്രസീസ് ആർ ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള സമത്വം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി വേർ ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ഈക്വൽ വെയിറ്റ് ഇൻ ഇലക്ടിംഗ് റെപ്രസെന്റേറ്റീവ്. അല്ലേ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള, കൃത്യമായിട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരത്തിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഡെമോക്രസി ആവശ്യമാണ്. അപ്പോൾ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ 2 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയതാണ് സാറിൻ്റെ വിശ്വാസം. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് സാർ എപ്പോഴും പോകാറുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് നമ്മൾ +1 ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഒരു സ്ട്രിപ്പ് കാണുന്നുണ്ടാകും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ സമയമുണ്ട്. പിന്നെ മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു സാരി കമൻറ്റ് ചെയ്യണം മക്കളെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഡെമോക്രസി അല്ലാതെ ഏതൊക്കെ തരം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.